നമസ്കാരം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ എബിലിറ്റി ആണ്. മെന്റൽ എബിലിറ്റിയിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക് സ്പേസ് വിഷ്വലൈസേഷൻ ആണ്. എന്താണ് സ്പേസ് വിഷ്വലൈസേഷൻ എന്ന് നമുക്ക് പഠിക്കാം. ഈ സ്പേസ് വിഷ്വലൈസേഷൻ പറയുമ്പോൾ ഇതിന് മറ്റൊരു പേരുണ്ട്. അതായത് ഫിഗർ ക്രിയേഷൻ എന്നും ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ എന്നൊക്കെ ഇതിന് പേരുണ്ട്. അതായത് നമുക്ക് ഒരു ഫിഗർ ഇങ്ങനെ ചിതറി കിടക്കുന്നത് പോലെ തരും. സ്കാറ്റേർഡ് ആയിട്ട് ഒരു ഫിഗർ നമുക്ക് തരും. എന്നിട്ട് നമ്മൾ ചോദിക്കും, നിങ്ങൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യൂ എന്ന് ചോദിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ചോദ്യങ്ങൾ വരുന്നത്. സ്കാറ്റേർഡ് ആയിട്ട് ഒരു ഫിഗർ തരും, എന്നിട്ട് നമ്മൾ ചോദിക്കും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യൂ. കംപ്ലീറ്റ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ എന്ന്, ഇതിനെ ജോയിൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് രൂപം കിട്ടും എന്ന് ചോദിക്കും. തിരിച്ചും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാണണം. ഇതാണ്ട് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ആദ്യം ഒരു സർക്കിൾ തന്നിരിക്കുന്നു, എന്നിട്ട് ഒരു ചെറിയ സർക്കിൾ തന്നിരിക്കുന്നു, എന്നിട്ട് ഒരു ട്രയാങ്കിൾ തന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഈ ഒരു ഫിഗർ കൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളൊരു ഫിഗർ നോക്കൂ. അപ്പൊ ഇതാണ്ട് ഞാൻ 3 എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതാണ് ഇതിന്റെ ഉത്തരം എന്ന് നിങ്ങൾ പറയണം. ഏതായിരിക്കും? ഓപ്ഷൻ എ ഇത്, ഓപ്ഷൻ ബി ഇത്, ഓപ്ഷൻ സി ഇത്, ഓപ്ഷൻ ഡി ഇത്. ഇത് 1, ഇത് 2, 3 ഫിഗറുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ 3 ഫിഗറുകൾ കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിഗർ ഏതാണ്? ഇതാണ് ഇതിന്റെ രീതി. സ്പേസ് വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. മനസ്സിലാകത്തതേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞു തുടങ്ങുമ്പോൾ പതുക്കെ പിടികിട്ടത്തേ ഉള്ളൂ. ഉടനെ നിങ്ങൾക്ക് മനസ്സിലാകും, പിന്നെ നിങ്ങൾ ഇതിൽ പുലികളാകും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സ്പേസ് വിഷ്വലൈസേഷൻ. ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫിഗർ തരും, ഇങ്ങനെ ചെതറി കിടക്കും. നമ്മൾ അതിനെ ജോയിൻ ചെയ്തൊരു രൂപം ഉണ്ടാക്കുന്നു. ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ അല്ലെങ്കിൽ ഫിഗർ ക്രിയേഷൻ, സ്പേസ് വിഷ്വലൈസേഷൻ, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പേരുകൾ. അപ്പൊ ഈ വലിയ സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, പക്ഷെ ചെറിയ സർക്കിളിന് സൈസ് കൂടിയില്ലേ, അതുകൊണ്ട് ഇത് ഉത്തരമല്ല. വലിയ സർക്കിൾ ഉണ്ട്, ചെറിയ സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, ഇതാണ് ഉത്തരം. ഈ ഒരു സ്ക്വയർ ഷേപ്പ് ഓപ്ഷനിലുണ്ടോ, ക്വസ്റ്റ്യനിലുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നീളത്തിലൊക്കെ കിടക്കുന്നു, ഇത് ഇല്ല. പിന്നെ അതാണ്ട് 3 സർക്കിൾ ഉണ്ട്, 3 സർക്കിൾ ഇല്ലല്ലോ. അപ്പൊ നമ്മളിവിടെ ആൻസർ എടുക്കുന്നത് ഒന്ന് എലിമിനേഷൻ മെത്തേഡ്. അതായത് നമ്മുടെ ഓപ്ഷനിൽ ഇല്ലാത്ത ഏതെങ്കിലും ഫിഗർ ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ ആദ്യമേ നിങ്ങൾ കട്ട് ചെയ്ത് കളയണം. ഇപ്പൊ ഇവിടെ സ്ക്വയർ ക്വസ്റ്റ്യനിൽ ഇല്ലല്ലോ, സ്ക്വയർ ആദ്യമേ അതിനെ കട്ട് ചെയ്ത് കളയണം. അഡീഷണൽ ഒരു സർക്കിൾ ഉണ്ട്, അതിനെ കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സൈസ് നോക്കണം. ഇത് ചെറിയ സർക്കിൾ ആണ്, പക്ഷെ ഇവിടെ കണ്ടോ ബിഗ് സർക്കിൾ ആണ് വെച്ചത്. അപ്പൊ സൈസ് നോക്കുക. അതുപോലെ തന്നെ ഇതിന്റെ അഡീഷണൽ ഈ തരാത്ത ക്വസ്റ്റ്യന് തരാത്ത വേറെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് രണ്ടെണ്ണം ഡൗട്ട് വരുമ്പോൾ അത് രണ്ടും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഇതുമായി ചേർന്ന് നിൽക്കുന്നത് ഏതാണ് എന്നിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് പോകേണ്ടത്. ഇപ്പൊ പകുതി മനസ്സിലായില്ലേ? പൂർണ്ണമായും മനസ്സിലായില്ലേ? പ്രശ്നമില്ല. പകുതി കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? എങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ ആൻസറിലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഫിഗർ വിച്ച് ക്യാൻ ബി ഫോംഡ് ഫ്രം ദി കട്ടൗട്ട് പീസസ് ഗിവൺ ഇൻ ദി പ്രോബ്ലം. കണ്ടോ, കട്ടൗട്ട് പീസസുകൾ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പൂർണ്ണ രൂപമുള്ള ഫിഗർ കണ്ടുപിടിക്കണം. ആ ഫിഗർ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യൂ എന്നാണ് ചോദ്യം. ഓക്കെ, ആരൊക്കെയാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ആദ്യമായിട്ട് ഉത്തരം പറയുന്ന ആരാണ്? ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ, സന്ദീപ് ആണ് ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞിരിക്കുന്നത്. എവ പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റഡി ടൈം ആണോ? ഓക്കെ, സുനിത. അപ്പൊ എല്ലാരും ഒരേ സ്വരത്തിൽ പറയുകയാണ് ആൻസർ ബി ആണ്. അപ്പൊ ഞാനൊന്ന് ആൻസർ നോക്കാൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ആൻസർ എന്താണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ 4 എണ്ണം ഉണ്ട്. ആദ്യം നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണം ഇത് കറക്റ്റ് എണ്ണം തന്നെ ആണോ ഓപ്ഷനിലും എന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണം.
അപ്പൊ ക്വസ്റ്റ്യനിൽ 4 എണ്ണമാണ്. 2 ട്രയാങ്കിളും അതുപോലെ തന്നെ എന്തുവാണുള്ളത്, 2 റെക്ടാങ്കിളുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ഞാനൊന്ന് നമ്പർ ഇടാം, നോക്കിക്കോളൂ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു റെക്ടാങ്കിൾ, ഒരു ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ, ഒരു റെക്ടാങ്കിൾ, ഒരു റെക്ടാങ്കിൾ. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ട്, 2 റെക്ടാങ്കിൾ ഉണ്ട്. ഫിഗർ നോക്കിയേ, ഇതില് 1, 2, 3 ട്രയാങ്കിൾ. ഇത് തെറ്റല്ലേ? നമുക്ക് 2 ട്രയാങ്കിളേ ഉള്ളൂ, അപ്പൊ ഇത് തെറ്റാണ്. 1, 2 റെക്ടാങ്കിൾ, പക്ഷേ 2 റെക്ടാങ്കിൾ വെച്ചിട്ടുണ്ട്, 2 ട്രയാങ്കിൾ ഉണ്ട്. 2 ട്രയാങ്കിൾ എന്ന് പറയുന്നത് ശരിയാണ്. 2 റെക്ടാങ്കിളും വെച്ചിട്ടുണ്ട്, പക്ഷെ സൈസ് ഡിഫറെന്റ് അല്ലേ? ഈ 2 റെക്ടാങ്കിളിന്റെ സൈസ് സെയിം ആണ്. അവര് സയാമീസ് ഇരട്ടകളെ പോലെ ഇരിക്കുകയാണ് അല്ലെ? സയാമീസ് ഇരട്ടകളെ പോലെ ഒരുപോലിരിക്കുന്നു, ഒരു ഡിഫറൻസും ഇല്ല. സയാമീസ് ഇരട്ടകളല്ല, സയാമീസ് ഇരട്ടകൾ ഇങ്ങനെ ചേർന്നിരിക്കും. ഇതങ്ങനല്ല, ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇരട്ടകളാണ് അല്ലെ? ട്വിൻസിനെ പോലെയാണ്. അപ്പൊ ഒരാള് വണ്ണമുള്ള ആളും ഒരാൾ മെലിഞ്ഞ ആളുമാണ്. അത് തെറ്റല്ലേ? തെറ്റാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിലേ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് ശരിയല്ല. അടുത്തതിലേക്ക് ഞാൻ പോകുമ്പോ ഇവിടെ 1, 2, 3 റെക്ടാങ്കിൾ. ട്രയാങ്കിള് 2 എണ്ണം ഉണ്ടോ? ഇല്ല. റെക്ടാങ്കിള് 3 എണ്ണം ഉണ്ട്. തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ നമുക്ക് താണ്ടേ ഇതാണ് ആൻസർ എന്ന് മനസ്സിലായി. നമ്മളൊന്ന് നോക്കുകയാണ്. റെക്ടാങ്കിൾ സെയിം ആണ്, ട്രയാങ്കിൾ 2 എണ്ണം ഉണ്ട്. ഈ സൈസുകൾ ഇതുമായി മാച്ച് ചെയ്യുന്നുണ്ടല്ലോ, മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൻസർ എന്താണ്? ബി ആണ്. എല്ലാവർക്കും പിടികിട്ടിയോ? ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടിയോ? ഇപ്പൊ എല്ലാവർക്കും പെർഫെക്റ്റ് ആയി മനസ്സിലാകേണ്ട സമയമായി. എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായി? എല്ലാവരും ഇമോജീസ് ഇട്ടേ, എല്ലാവരും ഇമോജീസ് ഇട്ടേ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ രൂപങ്ങൾ ഉണ്ടെന്ന് എണ്ണുക. 2 ട്രയാങ്കിൾ, 2 റെക്ടാങ്കിൾ മനസ്സിലാക്കുക. ഓപ്ഷനിൽ ഏതെങ്കിലുമൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയുക. ഇവിടെ നമുക്ക് 3 റെക്ടാങ്കിൾ ഉണ്ട്, 3 ട്രയാങ്കിൾ ഉണ്ട്, കട്ട് ചെയ്തു. ഇവിടെ 1, 2, 3 3 റെക്ടാങ്കിൾ ഉണ്ട്, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല, കട്ട് ചെയ്തു. കണ്ണും കൂട്ടി 2 എണ്ണം നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇങ്ങോട്ട് വന്നപ്പോ സൈസ്, നമ്മൾ വലിപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ സൈസ് ആയിരിക്കണം, കാര്യം അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സൈസ് മാറാൻ പാടില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതിന്റെ സൈസ് ഭയങ്കര ബിഗ് ആണ്, ഇത് തിന്നാണ്, തെറ്റാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എല്ലാവർക്കും മനസ്സിലായി? അടുത്ത ചോദ്യം ഇതാണ്. ഓക്കെ, സെറ്റ്. ഓ, ഞാനിപ്പോ ഒരാഴ്ചയായി നിങ്ങളെ കണ്ടിട്ടല്ലേ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഹായ് അലൻ, ഹായ് സന്ദീപ്, ഹായ് ശ്രീനന്ദ. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ഫസ്റ്റ് ആൻസർ പറഞ്ഞ ആളെ കണ്ടു. ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ആൻസർ ആരാന്ന് അറിയണം. ഏറ്റവും ഫാസ്റ്റില് സന്ദീപാണ് നമ്മുടെ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. അപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും ഫാസ്റ്റിൽ ആൻസർ പറയുന്നത് ആരാണ്? ജുവല് പറഞ്ഞിട്ടുണ്ട്. ജുവല് എ എന്ന് പറഞ്ഞു. ഹായ് ജുവൽ എ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും A1 എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ഫാസ്റ്റ് പറഞ്ഞത് ജുവലാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ എ പ്രോബ്ലം ഫിഗർ ഈസ് ഗിവൺ. ഇതാണ് പ്രോബ്ലം ഫിഗർ. 4 ആൻസർ ഫിഗേഴ്സും ഉണ്ട്. ഇതാണ് 4 ആൻസർ ഫിഗർ. സെലക്ട് ദി ആൻസർ ഫിഗർ വിച്ച് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ കട്ട് ഓഫ് ഗിവൺ ഇൻ ദി പ്രോബ്ലം. ഇത് ഇങ്ങനെ കട്ട് ഓഫ് ആയിട്ടാണ് തരുന്നത്. ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫിഗർ ഏത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് തന്നെ ഇവിടെ നമുക്കൊരു രൂപത്തിനെ പേര് വിളിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു രൂപമുണ്ട്. തൊട്ടിപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു രൂപവുമുണ്ട് അല്ലെ? പിന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ ഈ രൂപം ഇതൊരു ട്രപ്പീസിയം പോലെ ഇരിക്കുവാണ്. നിങ്ങൾക്ക് ട്രപ്പീസിയം എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുവല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ ഇങ്ങനെ വന്നിട്ട് ചതുരം പോലെ വന്നിട്ട് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. സെക്കൻഡ് തെറ്റാണ്. പിന്നെ നമുക്കിത് ഇങ്ങനത്തെ ഒരു രൂപം നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ ഉണ്ടോ? ഇങ്ങനെ ഒരു രൂപം ഉണ്ടോ? ഇത് നമുക്ക് കണ്ണും കൂട്ടി പറഞ്ഞൂടെ? തെറ്റാണ്. ഇനി ഇതാ ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ചെറിയ ചതുരം വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു കുഞ്ഞി ചതുരം നമുക്ക് വരുന്നില്ല. ചേർത്ത് വെക്കുമ്പോൾ അത് വരുത്തില്ല. ഇതിനെ ചേർത്തം വെക്കുവല്ലേ ചെയ്യുന്നത്. അപ്പോ ചേർത്ത് വെക്കുമ്പോൾ അത് ഉണ്ടാകുന്നില്ല. അപ്പോ ഇതും തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഒന്നാമത്തെ ഇതും ദാണ്ടിരിക്കുന്നു. രണ്ടാമത്തെ രൂപം ദായിരിക്കുന്നു.
മൂന്നാമത്തെ ട്രയാങ്കിൾ ഇതായിരിക്കുന്നു. ചേർക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. 1 2 3 1 2 3 ഇത് ചേരുമ്പോ ഇങ്ങനല്ലേ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇങ്ങനെയാണോ വരേണ്ടത്? അല്ലല്ലോ, ഇങ്ങനെ തന്നെയല്ലേ കറക്റ്റ് രൂപം അവിടെ ഇല്ലേ? ഓക്കെ ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. എല്ലാവരും ശ്രദ്ധിച്ചോ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ ഉത്തരമാണ്. ഇത് 1 2 3 ഇത് ചേരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. അപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യ ആൻസർ പറയുന്ന ആരാ നോക്കാം. ഹായ് സിജിമോൾ, എന്തു പറ്റി വിഷമിച്ചിരിക്കുന്നത്? നീതു വളരെ ഫാസ്റ്റ് ആയി പറഞ്ഞു. കൺഗ്രാറ്റ്സ് നീതു. കൺഫ്യൂഷൻ വരുന്നുണ്ട്. എന്തു പറ്റി? കൺഫ്യൂഷൻ വന്നോ? ആവണി, ഞാനാണ് ആദ്യം പറഞ്ഞത്. ആവണി കൺഗ്രാറ്റ്സ്. സിജിമോൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. ജുവൽ, സിജിമോൾ വിഷമിക്കാതെ, നമുക്ക് എല്ലാം സെറ്റാക്കാം. ഇപ്പൊ സെറ്റാക്കാം. സിമ്പിൾ ആണിത്. നമുക്ക് ഇപ്പൊ ശരിയാക്കി എടുക്കാം. താമസിച്ചാണോ ക്ലാസ്സിൽ കയറിയത്? ഓക്കെ, ഇതാണ്. എല്ലാരും ഫാസ്റ്റ് ഉത്തരം പറഞ്ഞു. സെക്കൻഡ് ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ട്രയാങ്കിൾ. ഇത് ഒരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ. അതായത് 3 ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. 2 ട്രയാങ്കിൾ ഒരേ സൈസ് ആണ്. പക്ഷെ ഒരെണ്ണമോ ഒരു ബിഗ് സൈസ് ആണ്. ഒരെണ്ണം മാത്രം ബിഗ് സൈസ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, 1 2 3 4 ട്രയാങ്കിൾ വരുന്നു. ശരിയാവോ? നമുക്ക് ആകെപ്പാടെ 3 ട്രയാങ്കിളേ ഉള്ളൂ. അപ്പൊ ഇത് തെറ്റാണ്. ഇനി ഇവിടെ നോക്കിയേ, ഒരു ട്രയാങ്കിൾ ദാണ്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഇരിക്കുന്നു. ഈ റെക്റ്റാങ്കിൾ വരാൻ പാടുണ്ടോ? ഇല്ല, തെറ്റാണ്. ഇനി നോക്കിയേ, ഇതൊരു ബിഗ് ട്രയാങ്കിൾ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ട്രയാങ്കിൾ, മറ്റ് 2 കൊച്ചു കൊച്ചു ട്രയാങ്കിൾ. തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒരു ബിഗ് ട്രയാങ്കിൾ ഉണ്ട്, 2 ഒരേ സൈസുള്ള 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ 2 ആണ്. എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനെ ഒരു കട്ട് ഔട്ട് തരും അല്ലെ? നമുക്ക് എങ്ങനെയാണ് തരുന്നത്? ഇങ്ങനെ ഒരു കട്ട് ഔട്ട് തരും. ഈ കട്ട് ഔട്ട് നമ്മൾ എണ്ണി നോക്കണം എത്ര എണ്ണം ഉണ്ട്. ഇപ്പൊ ട്രയാങ്കിള്, ഇതിനകത്ത് 2 ട്രയാങ്കിൾ, 2 റെക്റ്റാങ്കിൾ അല്ലെ? അപ്പൊ നമ്മള് ഈ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നോക്കണം. ഇവിടെ 1 2 3 റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പൊ ഇത് ഉത്തരമല്ല. ഇവിടെ 1 2 3 ട്രയാങ്കിൾ ഉണ്ട്. ഉത്തരമല്ല. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനില് 2 ട്രയാങ്കിളേ ഉള്ളൂ. 2 ട്രയാങ്കിൾ തന്നെ വേണം. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നു 2 ട്രയാങ്കിൾ 2 റെക്റ്റാങ്കിൾ ശരിയാണ്. പക്ഷേ നമ്മളുടെ സൈസ് അതുപോലെ വരണം. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുമല്ലേ? പക്ഷെ ഇവിടെ കണ്ട ഒരാള് വലുത് ഒരാള് ചെറുത്. അപ്പൊ ഇത് നമ്മുടെ ഉത്തരമല്ല. നമ്മുടെ ആൻസർ എന്തായി മാറി? ഓപ്ഷൻ ബി. നമ്മളിങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് ആൻസേഴ്സ്. എന്നിട്ടാണ് നമ്മുടെ ഫൈനൽ യഥാർത്ഥ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ ചോദ്യവും അതുപോലെയാണ്. നമ്മൾ നോക്കുമ്പോൾ എത്ര രൂപങ്ങളുണ്ട് എന്ന് നമ്മൾ നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് 1 ഇത് 2 ഇത് 3. ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇപ്പുറത്തെ ഒരു ട്രയാങ്കിൾ, അങ്ങനെ 2 ട്രയാങ്കിൾ ഉണ്ടോ? ഇല്ല. ഇങ്ങനത്തെ രൂപം വല്ലതും നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിലുണ്ടോ? ഇല്ല. ഇനി ഇങ്ങനെ ഒരു കുഞ്ഞു ഫിഗർ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഉത്തരം ഇതാണ്. നമുക്ക് ആകാൻ സാധ്യതയില്ലാത്തതിനെ നമ്മൾ എടുത്ത് കളയുകയാണ്. അപ്പൊ നമുക്ക് ആകാൻ സാധ്യതയുള്ളത് ഉത്തരത്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇതും നമുക്ക് ഉത്തരം കിട്ടി അല്ലെ? ക്വസ്റ്റ്യൻ നമ്മൾ എണ്ണി നോക്കി. ക്വസ്റ്റ്യൻ എണ്ണി നോക്കിയപ്പോൾ 2 ട്രയാങ്കിൾ ഉണ്ട്. 1 2. ഇതൊരു ബിഗ് ട്രയാങ്കിൾ ഉണ്ട്. 3 ട്രയാങ്കിൾ. പക്ഷെ ഇവിടെയോ 4 ട്രയാങ്കിൾ. ഉത്തരമല്ല. ഇത് ഒരു ട്രയാങ്കിൾ, ഒരു റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിൾ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടോ? ഇത് ചേർത്ത് വെക്കാനാണ് നമ്മുടെ പറഞ്ഞത്. അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ 1 2 3 4 ട്രയാങ്കിൾ. തെറ്റാണ്. നമ്മുടെ ഉത്തരം വളരെ ഫാസ്റ്റ് ആയി കിട്ടി. ആൻസർ സെക്കൻഡ്. ക്ലിയർ ആണോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഈ മനസ്സിലായ എല്ലാരും ഇമോജീസ് ഇട്ടേ. എല്ലാരും ഇമോജീസ് ഇട്ടേ. എല്ലാവർക്കും മനസ്സിലായവരെല്ലാം ഇമോജീസ് ഇട്ടേ. സിജുമോൾ പിടികിട്ടുന്നുണ്ടോ? സിജുമോൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരാണ് ആൻസർ പറയുന്നതെന്ന് നോക്കാൻ പോവുകയാണ്. ഇതാണ് നിങ്ങളുടെ ഇത് ഉത്തരം. ഇതാണ് 1 2 3 1 2 3 ഒരുമിച്ച് വെച്ചേക്കുന്നു, ചേർത്ത് വെച്ചേക്കുന്നു. ക്ലിയർ ആണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ. ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഹൈ ഷീമ, ശിവനന്ദൻ,
എല്ലാവർക്കും പിടികിട്ടി. ഓക്കെ, സിജിമോളെ കണ്ടില്ലല്ലോ. സിജിമോക്ക് മനസ്സിലായോ? ലേറ്റ് ആയതുകൊണ്ടാണ് കുറച്ച് ഡൗട്ട് വന്നത്. ഇപ്പൊ സെറ്റായോ? സിജിമോൾ മനസ്സിലായോ? ഹാപ്പി ആയി. ഓക്കെ. ഇനി ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് പറയണേ. ജോബി ഓപ്ഷൻ എ പറഞ്ഞു, സുനിത സി പറഞ്ഞു, സന്ദീപ് സി പറഞ്ഞു, ഇവ എ പറഞ്ഞു. അപ്പൊ എ ആണോ സി ആണോ നമുക്ക് അറിയണം. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇവിടെ എ പറഞ്ഞത് ജോബിയാണ്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സി പറഞ്ഞിരിക്കുന്നത് സുനിതയുമാണ്. അപ്പോൾ എ ആണോ സി ആണോ നമ്മുടെ ഉത്തരം എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഡിയും ഓപ്ഷനും പറഞ്ഞവരുണ്ട്. അപ്പോൾ പല കൺഫ്യൂഷൻസിലാണിത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്തുവാ? എണ്ണി നോക്കും. നമുക്കിത് രണ്ട് കാര്യങ്ങളാ. ആദ്യം എണ്ണി നോക്കും. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എന്തുവാ? സൈസ് നോക്കും. കറക്റ്റ് അതേ സൈസ് ആണോ, വലിപ്പമൊക്കെ ശരിയാണോ, വലിപ്പമൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കും. ഈ അതേ രൂപമാണോ, രൂപം അത് തന്നെയാണോ, വലിപ്പം അത് തന്നെയാണോ, സെയിം സൈസ് ആണോ എന്നൊക്കെ നോക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയ ഉത്തരത്തിൽ എത്തുകയാണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഫിഗർ എണ്ണി. ഒരേപോലെ ഇരിക്കുന്ന ഒരു ട്രയാങ്കിൾ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു രൂപം. 1 2 3 4. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വെക്കത്തില്ലേ, അതുപോലെ ഇരിക്കുന്നു അല്ലെ? കേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഇരിക്കുമല്ലേ? അപ്പൊ ഞാൻ എണ്ണി. ക്വസ്റ്റ്യനില് 4 സെയിം രൂപങ്ങൾ, ഏകദേശം ഒരേ സൈസ് ഒക്കെ തന്നെയാണ്, ഡിഫറൻസ് ഇല്ല. ഇനി ഞാൻ ഉത്തരത്തിലേക്ക് വന്നു. 1 2 3 4 4 ഉണ്ട്. 1 2 3 4 4 ഉണ്ട്. 1 2 3 4 5 5 ഇല്ല. ഇതെന്തായാലും ഇത് ഉത്തരമല്ല. ഇത് ഉത്തരമാണോ? അല്ല. 1 2 3 4 4 ഇതും ഓക്കെ. ഇനി കറക്റ്റ് ആയിട്ടുള്ള എന്റെ ഉത്തരം എന്താണ് എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. നോക്കിക്കോ, ഈ ക്വസ്റ്റ്യനില് വലിപ്പം നമ്മൾ ശ്രദ്ധിക്കണം. എന്തുമാത്രം ഉണ്ട് ഈ കേക്ക്? എല്ലാം ഒരുപോലെ ഇരിക്കുമല്ലേ, സെയിം വലിപ്പമല്ലേ? ആണ്. എന്നാൽ നോക്കേണ്ടത് ഈ ഓപ്ഷനാണ്, ഓപ്ഷൻ ഡി. ആദ്യത്തേതിന് വലിപ്പം കൂടുതൽ, രണ്ടാമത്തെ ഇച്ചിരി കുറവ്, തേർഡിന് കുറച്ചും കൂടെ കുറവ്, ഫോർത്ത് വന്നപ്പോൾ ഏറ്റവും കുറവ്. അപ്പൊ ഇത്രയും വലിപ്പ വ്യത്യാസം വരാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഓപ്ഷൻ ഡി ഉത്തരമാണോ? അല്ല. കാരണം വലിപ്പ വ്യത്യാസം വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് ഒരേ സൈസാണ്. അപ്പൊ നമ്മൾ ഇനി രണ്ടാമത് സൈസ് നോക്കിയാണ് ഉത്തരത്തിൽ എത്തേണ്ടത്. അപ്പൊ സൈസിൽ ഇത് തെറ്റാണ്. ക്ലിയർ ആണ്? അത് മനസ്സിലായില്ലേ? ഇനി ഒന്നാണോ സി ആണോ എന്നാണ് എല്ലാവർക്കും ഡൗട്ട്. അപ്പൊ പലരും എന്നും സിന്നും പറഞ്ഞു. അപ്പൊ ഇത് ഒരു ജെനുവിൻ ഡൗട്ടാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയപ്പോ ഈ എയും ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ നോക്കിയേ. എയുടെ സൈസ് ആണോ ഇത്? ഈ എയിലെ ഓരോന്നിന്റെയും അതേ സൈസ് ആണോ ഇത്? അല്ല, കുറച്ചും കൂടെ സൈസ് ഇല്ലേ? അതായത് നമ്മളുടെ ഉത്തരം എന്താണ്? സി ആണ്. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എയുടെ അതേ സൈസ് അല്ല ഇത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഉത്തരം എന്താണ്? സി ആണ്. അപ്പോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത് ആരാണ്? ക്ലിയർ അല്ലേ? ആൻസർ സി ആണ്. ആൻസർ എന്താണ്? സി ആണ്. നമ്മളിവിടെ എണ്ണി നോക്കി, അതിനുശേഷം സൈസ് നോക്കി. അങ്ങനെയാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയത്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഹായ് അനൂട്ടി. കുഴപ്പമില്ല, ഇനി മനസ്സിലാക്കാൻ പറ്റും, എളുപ്പത്തിൽ പിടികിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. ക്ലിയർ ആണ്? നമുക്ക് റെഡി ആക്കി എടുക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും ആദ്യം സുനിതയാണ് ആൻസർ പറഞ്ഞത്. കൺഗ്രാറ്റ്സ് സുനിത. ഇനി നമുക്ക് അടുത്തതിന്റെ ഉത്തരം ആരാണ് ഏറ്റവും ആദ്യം പറയുന്നതെന്ന് നോക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. ഞാൻ നീങ്ങണോ? നിങ്ങൾക്ക് ഓപ്ഷൻ കാണാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോക്കട്ടെ. ഓക്കെ, കാണുമല്ലോ. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയാം. വളരെ സിമ്പിൾ ആണിത്. ആൻസർ ഏറ്റവും ആദ്യം പറഞ്ഞത് ആരോൺ ആണ്.
ആരോൺ ഡി പറഞ്ഞു. നോക്കാം. മുമ്പേ തന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എടുത്ത് തന്നേക്കുമല്ല, ഇത് പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. നമ്മൾ ആദ്യം എണ്ണി നോക്കിയപ്പോൾ 5 എന്ന് കിട്ടി. ഒരേ സൈസാണ്, ചെറിയ സൈസാണ്. ഇതെണ്ണി നോക്കി 1 2 3 4 4 ഉള്ളൂ, തെറ്റല്ലേ? 5 എണ്ണം വേണ്ടേ? ഇതെണ്ണി നോക്കി 1 2 3 4 4 ഉള്ളൂ, 5 എണ്ണം വേണ്ടേ? ഇതെണ്ണി നോക്കി 1 2 3 4 4 ഉള്ളൂ, തെറ്റല്ലേ? 5 എണ്ണം വേണ്ടേ? 1 2 3 4 5 5 എണ്ണം ഉണ്ട്. സൈസ് ഏകദേശം സെയിം അല്ലേ? സൈസ് സെയിം അല്ലേ? എല്ലാരും നോക്കിയേ, ഇതാണ് ക്വസ്റ്റ്യൻ. 5 എണ്ണം ഉണ്ട്. ഇതൊന്ന് ഓപ്ഷൻ എ നോക്കി, 4 ഉള്ളൂ, തെറ്റാണ്. 5 എണ്ണം വരണം. 1 2 3 4 4 ഉള്ളൂ, തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കി 1 2 3 4 4 ഉള്ളൂ, തെറ്റാണ്. ഓപ്ഷൻ ഡി നോക്കിയപ്പോൾ 1 2 3 4 5 5 എണ്ണം ഉള്ളു, ഒരേ സൈസ് 5 എണ്ണമാണ്. അപ്പൊ ഉത്തരം ഇതാണ്. ക്ലിയർ ആണ്? 5 എണ്ണം ഉള്ള ഒരെണ്ണേ ഉള്ളെങ്കിൽ പിന്നെ നമ്മൾ സൈസ് ഒന്നും വലിയ ഇത് വേണ്ട. 5 എണ്ണം നിർബന്ധമാണ്. പിന്നെ 2 എണ്ണം ഉണ്ടെങ്കിലാണ് നമ്മൾ അവിടെ നിന്ന് സൈസ് ഒക്കെ തപ്പി ഇരിക്കേണ്ടത്. ശിവനന്ദൻ ഇപ്പൊ പിടികിട്ടിയോ? ഞാൻ വലുതാക്കി കാണിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിടികിട്ടിയോ? അനൂട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം സൈസ് നോക്കണം, ആദ്യം എണ്ണം നോക്കണം. എണ്ണം സെയിം ആണെങ്കിൽ സൈസ് നോക്കണം. ഹായ് അലൻ, കൺഗ്രാറ്റ്സ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ചോദ്യം. Okay. Congrats സിജിമോൾ. ഹായ് അനാമിക, പിടികിട്ടിയോ? ഓക്കെ, ആദ്യം എണ്ണി നോക്കുന്നു, പിന്നെ നമ്മൾ സൈസ് നോക്കുന്നു. ഓക്കെ, എല്ലാരും ആൻസർ പറയുന്നുണ്ട്. നോക്കാം. ഏറ്റവും ആദ്യം ഉത്തരം പറഞ്ഞ ആളാരാന്ന് പറയണേ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 1 സർക്കിൾ, 2 സർക്കിൾ, 3 സർക്കിൾ. 3ഉം സർക്കിൾ ആണ്. പക്ഷെ 2 എണ്ണം സെയിം ആണ്, ഒരേ വലിപ്പമാണ്, കുറച്ച് വലുതുമാണ്. ആദ്യത്തെ 2 എണ്ണം ഒരേ വലിപ്പമാണ്, ഇച്ചിരി വലുതാണ്. മൂന്നാമത്തത് വെറും കുഞ്ഞാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനകത്തും 3 സർക്കിളാണ്. ഈ ഓപ്ഷനിൽ എല്ലാത്തിലും 3 സർക്കിളാണ്. ഇത് നോക്കിയേ, ആദ്യത്തത് വലുത്, അതിൽ ചെറുതാണ് രണ്ടാമത്തത്, അതിൽ ചെറുതാണ് മൂന്നാമത്തത്. ഇവിടെ 2 എണ്ണത്തിന് ഒരേ വലിപ്പമാണ്. അപ്പൊ ഇത് തെറ്റല്ലേ? 2 എണ്ണത്തിന് ഒരേ വലിപ്പമല്ലല്ലോ, അപ്പൊ ഇത് തെറ്റാണ്. ഇനി ഇവിടെ നോക്കി, ആദ്യത്തത് വലുതാണ്, രണ്ടാമത്തത് അതിൽ ചെറുതാണ്. 2 എണ്ണം, ആദ്യത്തെ 2 എണ്ണം ഒരേ വലിപ്പമാണ്. ഇവിടെ 2 എണ്ണം ഒരേ വലിപ്പമാണ്, പിന്നെ മൂന്നാമത്തത് ചെറുതുമാണ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിന്റെ സെയിം സൈസ് പറയാൻ പറ്റുന്നത് ഡിക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിന്റെ സെയിം സൈസ് വരണം. എല്ലാരും ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ നോക്കുക. 2 എണ്ണം വലിപ്പം, ഒരെണ്ണം കുഞ്ഞ്. ഇവിടെ 1 അതിൽ ചെറുത്, അതിൽ ചെറുത്. അത് പറ്റത്തില്ല. 2 എണ്ണം ഒരേ വലിപ്പം വേണം. ഇവിടെ ഒരെണ്ണം വലുത്, അതിൽ ചെറുതാണ് രണ്ടാമത്തത്. 2 എണ്ണം ഒരേ വലിപ്പമല്ല, ക്വസ്റ്റ്യൻ ഫിഗർ സെയിം അല്ല. ക്വസ്റ്റ്യൻ ഫിഗർ ശ്രദ്ധിക്കണം, 2 എണ്ണം ഒരേ സൈസാണ്. അപ്പൊ ഓപ്ഷൻ ബി നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിന്റെ അത്രയും വലിപ്പം ഇതിനില്ല. 2 എണ്ണവും അതിൽ ചെറിയ ഒരു കുഞ്ഞൻ സർക്കിളും വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറുമായി മാച്ചിങ് സർക്കിൾ വരണം. അത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ എന്തുകൊണ്ട് ഡി വന്നു? ഓക്കെ ആണ്, ക്ലിയർ ആണ്. നന്നായി ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനില് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് അശ്രദ്ധ വന്നാൽ നമ്മൾ ബി ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഉത്തരം മാറി. നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ ശരിയാ. കാര്യം 2 എണ്ണം ഒരേ വലിപ്പമാണ്, ഒരെണ്ണം കുഞ്ഞാണ്. അത് ബിയിൽ ഇരിപ്പുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ഫിഗർ അതുപോലെ അല്ല ബിയിൽ ഇരിക്കുന്നത്. എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ വലുതാക്കി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ വലുതാക്കിയൊക്കെ കാണിക്കുന്നത്. അപ്പോ ആൻസർ എല്ലാവർക്കും മനസ്സിലായോ? ആൻസർ മനസ്സിലായ എല്ലാവരും സ്മൈലീസ് ഇട്ടേ. ആൻസർ ക്ലിയർ ആയി പിടികിട്ടി എന്നുള്ളവർക്ക് സ്മൈലീസ് ഇടാം. ആൻസർ വളരെ ക്ലിയർ ആയി മനസ്സിലായി എന്നുള്ളവർ സ്മൈലീസ് ഇടുക. ഓക്കെ ആണ്? ഓക്കെ അല്ലേ?
അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം ഇതാണ്. സെയിം പോലത്തെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഉത്തരത്തിലാണ് ഡിഫറൻസ്. എല്ലാവരും നോക്കുക, എന്താണ് ഉത്തരം? ഹായ് ഇവ, കൺഗ്രാറ്റ്സ്. ഏറ്റവും ആദ്യം ഇവയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ഉത്തരം പറഞ്ഞത്. കൺഗ്രാറ്റ്സ് ഇവ. ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം ഉത്തരം പറയുന്ന ആരാന്ന് നോക്കട്ടെ. സിജിമോൾ മനസ്സിലാകുന്നുണ്ടോ? ജുവലാണ് ഈ പ്രാവശ്യം ഏറ്റവും ഫാസ്റ്റ്. ബി പറഞ്ഞു. അഭിരാമി എ പറഞ്ഞു. ജോബി പീറ്റർ എ പറഞ്ഞു. സന്ദീപ് ബി പറഞ്ഞു. എയും ബിയും ഇങ്ങനെ മാറി കളിച്ചോണ്ടിരിക്കുകയാണ്. അനാമിക മനസ്സിലായി, ബി പറഞ്ഞു. സുനിത ഡി പറഞ്ഞു. റയാൻ, എന്തുണ്ട് റയാൻ വിശേഷങ്ങൾ? സുഖമാണോ? റയാൻ ഡി പറഞ്ഞു. നീതു ബി പറഞ്ഞു. പല പല ആൻസേഴ്സ് ആണ്, കൺഫ്യൂഷൻ ഉണ്ട്. നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? നമ്മൾ നോക്കുമ്പോ മൂന്നും സർക്കിളാണ്, 3 സർക്കിളാണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനിലും 3 സർക്കിൾ ഉണ്ട്. ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എ ബി സി ഡി 4 ഓപ്ഷനിലും 3 സർക്കിൾ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ സർക്കിൾ വലുതാണ്, ഒന്നാമത്തെ സർക്കിള് ബിഗ് ആണ്. രണ്ടാമത്തെ സർക്കിൾ ഇതിൽ ചെറുതാണ്, മൂന്നാമത്തെ സർക്കിൾ അതിൽ കുഞ്ഞാണ്. 3 സൈസാ. ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചേ. സൈസുകൾ. ഇനി നിങ്ങൾ ഇതിന്റെ വലിപ്പമാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് വളരെ വലുതാണ്, രണ്ടാമത്തെ അതിൽ ചെറുതാണ്, അതിൽ കുഞ്ഞാണ്, മൂന്നാമത്തത്. അപ്പൊ അതിന്റെ വലിപ്പം നമ്മൾ കണ്ടു. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരേ സൈസ് അല്ലേ? ഈ 2 സർക്കിൾ ഒരേ സൈസ് അല്ലേ? തെറ്റല്ലേ? എല്ലാം ചെറുത് പോണം. ഇത് രണ്ടും ഒരേ സൈസ് അല്ലേ സർക്കിൾ? അപ്പൊ ഈ ഓപ്ഷനും തെറ്റാണ്. സിയും എയും തെറ്റാണ്. ഇനി നമ്മൾ ഈ ഓപ്ഷനിലേക്ക് വന്നു. ഓപ്ഷൻ ബി, ഇത്രയും മുട്ടൻ സർക്കിൾ ആണോ നമ്മുടെ ഓപ്ഷനിലുള്ളത്? ഇത്രയും വലിയ സർക്കിൾ ആണോ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്? അല്ല, ഇത്രയേ ഉള്ളു വലിപ്പം. ചെറുതാണ്, അതിൽ ചെറുതാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും പിടി കിട്ടിയോ? മാം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ഉത്തരത്തിൽ എത്താൻ പറ്റൂ. ആൻസർ ഡി ആണ്. ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇപ്പൊ മനസ്സിലായോ? എത്ര പേർക്ക് ഇപ്പൊ പിടികിട്ടി? ഡാൻസ് പഠിക്കുന്നുണ്ട് സിജിമോൾ. ഓക്കെ, ഭരതനാട്യമാണല്ലേ? ഡി മനസ്സിലായോ? ഡി ആണ് എന്ന് എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് ഡി വന്നു ചോദിച്ചാൽ, ആദ്യത്തെ സർക്കിള് അതിൽ ചെറുതാണ് രണ്ടാമത്തത്, അതിൽ ചെറുതാണ് മൂന്നാമത്തത്. ഇത് ഈ ഓപ്ഷൻ എയില് 2 സർക്കിൾ ഒരേ വലിപ്പമാണ്. അതല്ല, ആദ്യത്തത് വലുത്, അതിൽ ചെറുത് ഇങ്ങനെ വരണം. ഓപ്ഷൻ സിയില് 2 സർക്കിൾ ഒരേ വലിപ്പമാണ്. അത് തെറ്റാണ്. ഓപ്ഷൻ ബി, നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം സെയിം, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിലെ സാധനം ഭയങ്കര വലുതല്ല അല്ലെ? ഇത്രയും വലിപ്പമുണ്ട്. ഒരു ആന മൊട്ട വലിപ്പം എന്ന് പറയുന്നത് പോലെ മുട്ടൻ ഒരെണ്ണം അല്ലെ? അത്രയില്ല. നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമ്മുടേത് ക്വസ്റ്റ്യൻ വെച്ചുണ്ടാക്കുക. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ഹായ് ഇവ, കൺഗ്രാറ്റ്സ്. ഇവയാണ് ഈ ചോദ്യത്തിലെ ഏറ്റവും ആദ്യം ഉത്തരം പറഞ്ഞത്. ഓക്കെ അനാമിക, ഇപ്പൊ മനസ്സിലായില്ലേ? ബി പറഞ്ഞവർ ചിന്തിച്ചതൊക്കെ ശരിയാണ്. നിങ്ങൾക്ക് സൈസും നോക്കിയതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ചിന്ത മാറിപ്പോയി. അതായത് ക്വസ്റ്റ്യൻ ഇരിക്കുന്ന സാധനമായിരിക്കണം നമ്മൾ വരച്ചു വെക്കേണ്ടത്. ഇവയാണ് ഫസ്റ്റ് ഡി പറഞ്ഞത്. ഓക്കെ, ഹായ് സിജിമോൾ, ലവ് യു ടു. വിഷമിക്കണ്ട ജിൽസിന, നമുക്ക് വീണ്ടും പറയാം. മനസ്സിലാകും ജിൽസിനക്ക് മനസ്സിലായോ നോക്കണേ. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഹായ് അംബ്ലി, കൺഗ്രാറ്റ്സ്. എല്ലാ ആൻസേഴ്സും ശരിയാണ്. ഈ ചോദ്യത്തില് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ജുവൽ ആണ് ഏറ്റവും ആദ്യം എ പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് എ ആണ് പറയുന്നത്. ലിജി എ ആണ് പറയുന്നത്. നീതു എ ആണ് പറയുന്നത്. ഇവ എ ആണ്. മോൻസ് എ ആണ്. ജൂബി എ ആണ്. ലയോക്ക് എ ആണ്. അപ്പോ എല്ലാവരും എ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഒന്ന് നോക്കിയേ.
ആരുടെ ആൻസർ ആണ് കറക്റ്റ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഈ ഫിഗർ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. കണ്ട, ഇതാണ് ഫിഗർ. ഫിഗർ എല്ലാവരും ശ്രദ്ധിച്ചോ? ഈ രണ്ടെണ്ണം, ഇതും ഇപ്പുറത്തിരിക്കുന്നതും ഒരുപോലെ ഇരിക്കുന്നു, മുകളിലാണ് ഇത്. അപ്പോ നമ്മള് വെക്കുമ്പോ ഈ ഒരു രൂപം, മുകളിലത്തെ രൂപം എന്ന് പറയുന്നത് ഇങ്ങനല്ലേ, നമ്മുടെ ഒരു ഡയമണ്ട് ഷേപ്പ് അല്ലേ, ഡയമണ്ട് ഷേപ്പ് അല്ലേ, നമ്മുടെ പട്ടത്തിന്റെ ഷേപ്പ് അല്ലേ, പട്ടത്തിന്റെ ഷേപ്പ് അല്ലേ മുകളിൽ വന്നേക്കുന്നത്, പട്ടത്തിന്റെ ഷേപ്പാണ്. ഇതൊരു ട്രയാങ്കിൾ അല്ലേ വന്നത്, ഇത് തെറ്റാണ്. പട്ടത്തിന്റെ ഷേപ്പ് വരണം, ട്രയാങ്കിൾ അല്ല വരേണ്ടത്. ഇനി നോക്കിയേ, നമ്മുടെ ആ മുകളിലത്തെ ഷേപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിനകത്തില്ല, മുകളിലത്തെ ഷേപ്പ് ഇതിനകത്തില്ല. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ ഫിഗറും കറക്റ്റ് ആയിട്ടല്ല ഇവിടെ വന്നേക്കുന്നത്, ഇങ്ങനെയാണ് ഇവിടെ വന്നേക്കുന്നത്. വന്നേക്കുന്നതിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈനിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തത വരും ക്വസ്റ്റ്യനിൽ കേട്ടോ. കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വരും. ചിലർക്ക് ചിലപ്പോൾ മൊബൈലിന്റെ ഒക്കെ, ഇപ്പൊ ചിലരുടെ മൊബൈലിന് അത്ര ക്ലാരിറ്റി വരണം എന്നില്ല, ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ വലിപ്പം വരണം എന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി യഥാർത്ഥത്തിൽ തോന്നും. അപ്പോ ഇതുമല്ല, ഓപ്ഷൻ ബി അല്ല എന്ന് മനസ്സിലായി, ഓപ്ഷൻ സി അല്ല എന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കുമ്പോ ഈ ഒരു ഷേപ്പ്, പട്ടം പറത്തുന്ന ഷേപ്പ്, ഡയമണ്ടിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വന്നേക്കുന്നത് എവിടെയാണ്? ഇവിടെയാണോ ഇവിടെയാണോ? രണ്ടിടത്തും ഏകദേശം സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിലും ഡിയിലും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പൊ നമ്മൾ അടുത്ത ഫിഗേഴ്സ്, ഈ ഫിഗേഴ്സ് ജനല് പോലുള്ള ഈ ഫിഗേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇത് വരച്ചേക്കുന്നത് എങ്ങനെയാണ്? ഇത് വരച്ചേക്കുന്നത് നല്ല നീട്ടി ഇങ്ങനെയല്ലേ വരച്ചേക്കുന്നത്, തെറ്റല്ലേ? നമുക്ക് വരേണ്ടത് ഇങ്ങനെ ഏകദേശം ഒരുപോലല്ലേ, നല്ല നീളത്തിലാണ് ഈ ഫിഗർ വരുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഫിഗർ ഇങ്ങനെയാണ്. ഓപ്ഷൻ എ ഫിഗർ കണ്ട് അതുമായി നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നില്ലേ? അപ്പറോ അപ്പറോ അതേപോലെ മാച്ച് ചെയ്യുന്നില്ലേ? മുകളിലും അതുപോലെ മാച്ച് ചെയ്യുന്നില്ലേ? ഓപ്ഷൻ എ ഫിഗർ നോക്കിയേ, സെയിം അതിനിങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നത് പോലെ തന്നെയല്ലേ ഓപ്ഷൻ എ ഇരിക്കുന്നത്. നിങ്ങള് പാമ്പും ഏണിയൊക്കെ കളിക്കത്തില്ലേ, അപ്പൊ ഡയസ് ഒക്കെ വരത്തില്ലേ, ഏകദേശം അതുപോലൊക്കെ തോന്നുന്നില്ലേ? എന്നാൽ ഓപ്ഷൻ ബി ഫിഗറിൽ ഏതാണ്ട് ഈ ഭാഗം തെറ്റാണ്, ഈ ഭാഗം തെറ്റാണ്. ഓപ്ഷൻ സി ഫിഗറിൽ ട്രയാങ്കിൾ എന്ന ഈ മുകളിലത്തെ ഭാഗം തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡി ഇല്ലതാ ഇതിന് ഭയങ്കര നീളം, ഈ ഭാഗത്തിന് ഭയങ്കര നീളം, അത് തെറ്റാണ്. ഇപ്പൊ ക്ലാരിറ്റി വന്നോ? നിങ്ങളുടെ ഉത്തരം എന്തുകൊണ്ട് തെറ്റിപ്പോയി, ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? മാം ഉത്തരം പറയുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ക്ലിയർ ആണ്? കാര്യം ഇതിന്റെ ഉത്തരം എന്തുകൊണ്ട് തെറ്റി, എന്താണ് ഇതിന്റെ യഥാർത്ഥ ആൻസർ എന്ന് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. എങ്കിൽ മാത്രമേ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉത്തരം പറയാൻ പറ്റൂ. കൺഗ്രാറ്റ്സ് ജിൽസിന, ഹായ്. അപ്പൊ മനസ്സിലായോ? ഇതിന്റെ ഉത്തരം, യഥാർത്ഥ ഉത്തരം മനസ്സിലായ എല്ലാരും ലൈക്ക് ചെയ്യുക. ശിവനന്ദൻ പഠിക്കുന്നുണ്ടോ? സിസ്റ്റർ പഠിക്കുന്നുണ്ടല്ലേ? ഓക്കെ, ഇതിന്റെ ഉത്തരം മനസ്സിലായ എല്ലാരും ഇമോജീസ് ഇട്ടേ. ഒന്നും കൂടെ പറയണോ? ഒന്നും കൂടെ പറയണോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. എങ്കിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ പറയുക. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? എല്ലാവർക്കും ഏത് ഉത്തരമാണ് കിട്ടിയത്? ഉത്തരം എ ആണ്. ഉത്തരം എ ആണ്. ഇതാണ് നമുക്ക് അടുത്ത ചോദ്യം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഹായ് ജുവൽ, കൺഗ്രാറ്റ്സ്. ജുവൽ ആണ് കറക്റ്റ് ആൻസർ ഏറ്റവും ആദ്യം പറഞ്ഞത് അല്ലെ? കൺഗ്രാറ്റ്സ് ജുവൽ. ഹായ് അനിക, ഹായ് അലൻ, കൺഗ്രാറ്റ്സ്. ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടോ? ക്രിയേറ്റ് ദ ഫിഗർ, ക്രിയേറ്റ് ദ ജോമെട്രിക്കൽ ഫിഗർ, കംപ്ലീറ്റ് ദ ഫിഗർ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ഒരു സ്പേസ് വിഷ്വലൈസേഷൻ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യുവോ? ഓക്കെ ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സി പറയുന്നുണ്ട്. ഹായ് ഷീമ, നമുക്ക് ക്ലാസ് കഴിഞ്ഞില്ലല്ലോ, എല്ലാരും വെയിറ്റ് ചെയ്യ്, നമുക്ക് പഠിച്ചിട്ട് പോകാം. വെയിറ്റ് ചെയ്യ് ഷീമ.
പഠിക്കണ്ടേ, നമുക്ക് വാങ്ങിക്കണ്ടേ നവോദയ. നോക്കിയേ, ഈ ഒരു ഫിഗർ നമ്മൾ ശ്രദ്ധിച്ചു. ഇതിനകത്ത് 1 2 3 4 4 ഉള്ളത്. ഓപ്ഷൻ ബി നോക്കിയേ, 1 2 3 4 5 5 ഉണ്ട്. ബി വെട്ടി, ബി അല്ല. ബാക്കി എല്ലാത്തിലും 4 ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഫിഗർ നോക്കുകയാണ്. ആദ്യത്തേന് സൈസ് വലുതാണ്, അടുത്ത സൈസ് കുറച്ച് ചെറുതാണ്, ഏറ്റവും ചെറുതാണ്. അപ്പൊ ഇങ്ങനെ സൈസ് ചേഞ്ചിങ് വരുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഒരേ സൈസാണ് ഈ 4ഉം. അപ്പൊ അതല്ല. ഇത് ഏകദേശം ഒരേ സൈസാണ്, പക്ഷെ ചെറുതാണ്. അപ്പൊ ഇതുമല്ല. ഇതാണ് സൈസ് ഡിഫറൻസ് ആയി വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാവർക്കും കിട്ടിയോ ആൻസർ? എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ആദ്യം കൗണ്ട് ചെയ്തു, എണ്ണി നോക്കി, അപ്പോ ബി എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ സൈസ് നോക്കിയപ്പോ ഇതെല്ലാം ഒരേ സൈസാണ്, ഇതെല്ലാം ഒരേ സൈസാണ്. ക്വസ്റ്റ്യൻ അങ്ങനല്ല. ആദ്യത്തത് വലുതാണ്, അടുത്തത് ചെറുതാണ്, അടുത്തതിൽ ചെറുതാണ്, ഏറ്റവും ചെറുതാണ്. അങ്ങനെയാണ് സൈസ് ഒരു ഇൻക്രീസിങ് ഓർഡർ, ഒരു അസെൻഡിങ് ഓർഡറിൽ, അസെൻഡിങ് അല്ല ഇത്, ഇവിടുന്ന് നോക്കാമെങ്കിൽ അസെൻഡിങ് ഓർഡർ എന്ന് പറയാം. ഇപ്പുറത്തുനിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാണ്, വലുതിന്ന് ചെറുതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഡിസംബർ ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ജിൽസൺ, നോക്കണ്ടോ? അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ ചെയ്യുക. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരാണ് ഉത്തരം പറയുന്നത് നമുക്ക് നോക്കണം. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു റെക്റ്റാങ്കിൾ, രണ്ടാമത്തെ റെക്റ്റാങ്കിൾ, മൂന്നാമത്തെ റെക്റ്റാങ്കിൾ. ആദ്യത്തെ രണ്ട് റെക്റ്റാങ്കിൾ സെയിം സൈസ് ആണ്. ഇത് നല്ല മെലിഞ്ഞ തിന്നായിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ, നല്ല നീളമുള്ള തിൻ റെക്റ്റാങ്കിൾ. അപ്പൊ രണ്ട് ട്രയാങ്കിൾ ഉണ്ടോ? രണ്ട് ട്രയാങ്കിൾ നമുക്കില്ല, അതുകൊണ്ട് ഇത് എലിമിനേറ്റ് ചെയ്തു. 1 2 രണ്ട് ട്രയാങ്കിൾ നമുക്കില്ല, അതുകൊണ്ട് ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്തു. ഇനി 1 2 രണ്ട് ട്രയാങ്കിൾ ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ ഡിയിലേക്ക് നോക്കിയപ്പോൾ ഒരു ട്രയാങ്കിൾ, സെയിം സൈസ് ഉള്ള രണ്ട് റെക്റ്റാങ്കിൾ, വളരെ തിന്നായിട്ടുള്ള മൂന്നാമത്തെ റെക്റ്റാങ്കിൾ. ആൻസർ ഡി ആണ്. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ട് ബി വന്നു, എന്തുകൊണ്ടാണ് ഡി ആൻസർ വന്നത് എന്ന് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ആരോൺ ഡി പറഞ്ഞു. ഏറ്റവും ആദ്യം ആരോൺ പറഞ്ഞത് ഡി. ആരോൺ ആണോ പറഞ്ഞത് ഏറ്റവും ആദ്യം? ഓക്കെ, മനോജ് ആണ് ഏറ്റവും ആദ്യം ഡി പറഞ്ഞിരിക്കുന്നത്. മനോജ്, അത് കഴിഞ്ഞ് ആരോൺ ആണ് പറഞ്ഞത്. കൺഗ്രാറ്റ്സ്. പിന്നെ ഹരിപ്രിയ പറഞ്ഞു, അഞ്ജു പറഞ്ഞു, ഇവ പറഞ്ഞു, ബിജു പറഞ്ഞു, സിസാൻ ബ്രോ പറഞ്ഞു. കൺഗ്രാറ്റ്സ്. അപ്പോ ഡി എല്ലാവർക്കും മനസ്സിലായി. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി. ഇനി ഞാൻ എന്താണ് ഈ ഒരു ചോദ്യം നിങ്ങളടുത്ത് പറയുകയാണ്. ഇതിപ്പോ പല ഇമേജ് എന്നിട്ട് ഒന്നിപ്പിച്ച് വെക്കാൻ ചോദിച്ചു. അതുപോലെ ഒന്നിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു ഇമേജ് തരും. ഒന്നിപ്പിച്ച് കണ്ടൊരു ഇമേജ്, എന്നിട്ട് ഇതിനെ ഇളക്കിയിട്ടേക്കുവാണ്. ഇതിനകത്ത് ഏത് ജോയിൻ ചെയ്താലാണ് എ ഇതാണ്, ബി ഇതാണ്, സി ഇതാണ്ട് ഈ കാണുന്നതാണ്, ഡി ഇതാണ്. ഇതിനകത്ത് ഏത് ജോയിൻ ചെയ്താലാണ് ഈ ഫിഗർ കിട്ടുന്നതെന്നാണ് ചോദ്യം.
ഏത് ഫിഗർ ചേർന്നാലാണ് ഈ ഒരു ആൻസർ ഫിഗർ ജോയിൻ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടുന്നത് എന്നാണ് ചോദ്യം. എന്താണ് നിങ്ങളുടെ ഉത്തരം? അപ്പൊ ഒന്നിപ്പിക്കാനും ചോദിക്കും, ചെറുതാക്കി വെക്കാനും ചോദിക്കും. ക്ലിയർ ആണോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്, ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്, എല്ലാം ഒന്നാണ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. രണ്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം നമുക്ക് ഒറ്റ ട്രയാങ്കിൾ ഉള്ളു. അപ്പൊ രണ്ട് ട്രയാങ്കിൾ അല്ല. ഇവിടെ ഒരു സ്ക്വയർ, ഒരു നീളത്തിൽ ഒരു സ്ക്വയർ, ഒരു റെക്ടാങ്കിൾ, ഒരു ട്രയാങ്കിൾ, ഒരു ചെറിയ സർക്കിൾ ആണ് ഇതുള്ളത്. നമ്മുടെ സർക്കിളിന് കുറച്ചും കൂടെ വലിപ്പമുണ്ട്, അതുകൊണ്ട് ഇതല്ല. ഇനി ഇവിടെ 3 സർക്കിൾ ആണ്, അപ്പൊ ഇതല്ല. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഷേപ്പ്, ഇവിടെ ട്രയാങ്കിളിന്റെ ഷേപ്പ് ചെറുതാണ്, ഈ ട്രയാങ്കിളിന്റെ ഷേപ്പ് കറക്റ്റ് ആണ്. റെക്ടാങ്കിൾ ഉണ്ട്, സ്ക്വയറിന്റെ ഷേപ്പ് ഉണ്ട്, സർക്കിളും ഏകദേശം ആ ഒരു സൈസാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പിടി കിട്ടിയോ? ഇപ്പൊ സൈസ് നമ്മൾ ആ ഒരു വലിപ്പം തന്നെ ഉണ്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യണം. ആ ഒരു ഷേപ്പുകൾ അതുപോലെ തന്നെ ആണോ, എണ്ണം കറക്റ്റ് ആണോ, ഇതൊക്കെ നമ്മൾ നോക്കണം. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. Which can be formed from the cutoff given in the problem figure? ഓക്കെ, ഞാൻ നീങ്ങണോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫിഗർ. ഓപ്ഷൻ എ ഫിഗർ, ഓപ്ഷൻ ബി ഫിഗർ, ഓപ്ഷൻ സി ഫിഗർ, ഓപ്ഷൻ ഡി ഫിഗർ. കിട്ടുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അല്ലെ? കുറച്ചൊന്ന് നോക്കി കണ്ടുപിടിക്കേണ്ടി വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. കിട്ടിയോ? എത്ര പേർക്ക് ആൻസർ കിട്ടി നോക്കട്ടെ. ഓക്കെ, 1 ആണ്. 1ഉം 4ഉം കുറെ പേര് പറയുന്നു. മാറിയും തിരിഞ്ഞും എയും 1ഉം 4ഉം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, ആൻസർ നമ്മൾ പതുക്കെ പറഞ്ഞാലും മതി. കാര്യം ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യത്തെ ഫിഗർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നീളം, ഇതിനെ ട്രപ്പീസിയം എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലെ? ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലെ തേപ്പോട്ടിയുടെ ഒക്കെ ഒരു ഷേപ്പ്. രണ്ടാമത്തെ ഫിഗർ നമ്മൾ നോക്കുമ്പോൾ ഒരു നീളത്തിലുള്ള ട്രയാങ്കിൾ ആണ്. ഇതല്ലേ? ട്രയാങ്കിള് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചരിഞ്ഞല്ല പോയേക്കുന്നത്, നീളത്തിലെ ചരിഞ്ഞല്ല ഇത് പോയേക്കുന്നത്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടുള്ള ട്രയാങ്കിൾ. മൂന്നാമത്തെ ഫിഗർ നമുക്കൊരു രൂപം പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ വരണം, എന്നിട്ട് ഇങ്ങനെ വരണം, സ്ലാൻഡിങ് ലൈൻ, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ. ഇതാണ് നമ്മളിങ്ങനെ മരക്കൊമ്പ് പോലൊക്കെ ഇരിക്കുന്നത് അല്ലെ? മരക്കൊമ്പ് പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പ്. ഈ ഫിഗറെല്ലാം കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. അപ്പോ നമുക്ക് നമ്മുടെ മരക്കൊമ്പിനെ ഇവിടെ കിട്ടിയില്ലേ? മരക്കൊമ്പ്. പക്ഷെ മരക്കൊമ്പിന് ചെറിയ ഇങ്ങനത്തെ സംഭവമല്ലേ ഉള്ളൂ. നോക്കിയേ, മരക്കൊമ്പ് ഇങ്ങനെ നീണ്ടങ്ങ് പോകുന്നുണ്ടോ ക്വസ്റ്റ്യൻ പോലെ? ഇല്ല, വളരെ ചെറുതാണ്. അപ്പൊ തന്നെ മനസ്സിലായി അത് തെറ്റാണ്. മരക്കൊമ്പ് പോലെ ഇരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ നീണ്ടങ്ങ് പോകാൻ പാടില്ല. ആ ഫിഗർ അതുപോലാണ് ഇരിക്കേണ്ടത്, ഒന്നും മാറാൻ പാടില്ല.
അപ്പൊ ഇത് തെറ്റല്ലേ? മരക്കൊമ്പ് നല്ല നീണ്ടങ്ങ് പോയിക്ക്, നീണ്ടു പോകാൻ പാടുണ്ടോ? ഇല്ല. അത് കിട്ടിയാൽ പോലും ഇവിടെ നമ്മുടെ ഈ ഷേപ്പ് എവിടെ ഇരിക്കുന്നു? ഈ ഷേപ്പ് അവർ വരച്ചില്ല, ഈ ഷേപ്പ് അവർ വരച്ചിട്ടില്ല. ഇങ്ങനത്തെ ഷേപ്പ് ഇവിടെ അങ്ങനെ ഇരിക്കോണ്ടോ? ഇല്ല. ഓപ്ഷൻ എ തെറ്റ്. ഓപ്ഷൻ ബിയിലേക്ക് പോകുമ്പോ നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് എവിടെയെങ്കിലും കാണിച്ചോ? ഇങ്ങനൊരു ഷേപ്പാണോ ഉള്ളത്? ഈ ഷേപ്പാണോ നമുക്കുള്ളത്? ഇത് തെറ്റാണ്. കാണുമ്പോ തന്നെ അറിയാം ഇങ്ങനൊരു ഷേപ്പ് നമുക്ക് ഇവിടെ ഒന്നും ഇരിപ്പില്ല, അത് തെറ്റാണ്. ഇനി നമ്മൾ ഓപ്ഷൻ സിയിലേക്ക് പോകുമ്പോ നമ്മുടെ ഈ ഷേപ്സ് ഒക്കെ എന്തേ? നമ്മുടെ തേപ്പോട്ടി ഷേപ്പ് ഒക്കെ എന്തേ? അത് കാണുന്നില്ല. നമ്മുടെ മരക്കൊമ്പ് പോലെ ഇങ്ങനെ വരച്ചേക്കുന്നത് ഈ ഷേപ്പ് എന്തേ? അതൊന്നുമില്ല. അപ്പൊ 3യും തെറ്റാണ്. ഇനി നമ്മൾ 4ലേക്ക് പോകുമ്പോ നമ്മൾ നോക്കുമ്പോ നമ്മുടെ മരക്കൊമ്പ് ഷേപ്പ് ഇതായിരിക്കുന്നു. എന്താണ്ട് കറക്റ്റ് ഇതാ ചെറുതായിട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഞാനൊന്ന് വലുതാക്കുകയാണ്. സി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ മരക്കൊമ്പ് ഷേപ്പ് കറക്റ്റ് അതല്ലേ? ആണ്. പിന്നെ നമുക്ക് തേപ്പോട്ടി പോലത്തെ ഈ ഷേപ്പ് കറക്റ്റ് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. നമ്മുടെ ട്രയാങ്കിൾ ഞാൻ കണ്ടില്ലായിരുന്നു, നേരെ ഇരിക്കുന്ന ഒരു ട്രയാങ്കിൾ ആയിരുന്നു, എന്നിട്ടാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. എല്ലാം അതുപോലെ തന്നെ ഇല്ലേ? ഓപ്ഷൻ 4 ശ്രദ്ധിച്ചേ, ഈ ട്രയാങ്കിൾ ഉണ്ട്, ഇങ്ങനെ നേരെ വരുന്ന ഒരു ട്രയാങ്കിൾ ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നേരെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു തേപ്പോട്ടി പോലത്തെ ഈ ഷേപ്പ് ഉണ്ട്, മരക്കൊമ്പ് പോലത്തതും അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് മനസ്സിലായി. ഇപ്പോ കാര്യങ്ങൾ ഇവിടെ കിട്ടിയോ? കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? എനിക്ക് മനസ്സിലായില്ല. സിജിമോൾ കൺഗ്രാറ്റുലേഷൻ പറയാൻ. ഓക്കെ, കൺഗ്രാറ്റ്സ് പറയാൻ. ഓക്കെ, നീതു പിടികിട്ടുന്നുണ്ടോ? തെറ്റിപ്പോയാലും പ്രശ്നമില്ല. കൺഗ്രാറ്റ്സ് സിസാൻഡ്രോ. ഏറ്റവും ആദ്യം പറഞ്ഞത് സിസാൻഡ്രോ ആണ്. കൺഗ്രാറ്റ്സ്. അപ്പൊ ആൻസർ ശരിയായിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ് പറയുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ഇനി എല്ലാവരും ശരിയാക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. എല്ലാവരും ശരിയാക്കും എന്ന പ്രതീക്ഷയിലാണ് മാം ഈ ക്വസ്റ്റ്യൻ ഇടുന്നത്. എല്ലാവരും ശരിയാക്കുമല്ലോ. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എല്ലാവരും ശരിയാക്കണം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഹായ് അലൻ. കുഴപ്പമില്ല. എന്തുകൊണ്ട് നമ്മുടെ ആൻസർ തെറ്റി എന്ന് നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റി പോകുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. എന്തുകൊണ്ട് തെറ്റി, എന്താണ് എന്റെ മിസ്റ്റേക്ക്, അത് നമ്മൾ മനസ്സിലാക്കി നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാൻ പറ്റും. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ആദ്യം എണ്ണി നോക്കുക. അതിനുശേഷം സൈസ് അതുപോലെ വരുന്നുണ്ടോ നോക്കുക. ആ ഷേപ്പുകള്, ആ ഒരു രൂപങ്ങളില് ഒരു മാറ്റവും പാടില്ല. ക്ലിയർ ആണോ? ഒരു ചെറിയ മാറ്റവും പാടില്ല. ആ രൂപങ്ങൾ ഇങ്ങനെയാണ് ഈ ഷേപ്പ് എങ്കിൽ ഈ ഷേപ്പിനെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. ഈ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ ആൻസറിൽ ഇരിക്കണം. ഇപ്പൊ ഇതാണ് ഷേപ്പ്, ഇങ്ങനെ ചെറുതാക്കി വരയ്ക്കാൻ പറ്റത്തില്ല, ഇച്ചിരി അങ്ങ് വലുതാക്കി വരയ്ക്കാൻ പറ്റത്തില്ല, നീളത്തി വരയ്ക്കാൻ പറ്റത്തില്ല. ഇതിന്റെ സൈസ് എത്ര ആണോ അതുപോലെ ഇരിക്കണം അടുത്ത ഫിഗർ. ക്ലിയർ ആണോ? അപ്പൊ നമുക്കൊരു ഫിഗർ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നീട്ടിയോ വളരെ ചെറുതാക്കിയോ ഇച്ചിരി വീതി പരത്തിയോ നീളത്തിലോ ഒന്നും വരയ്ക്കാൻ പാടില്ല. ഈ ഫിഗർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കണം. അതായിരിക്കും നമ്മുടെ ആൻസർ ഫിഗർ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഇത് അതുപോലെ ഇരിക്കുന്ന ഒരു സാധനത്തിനെ തപ്പിയെടുക്കുകയാണ്, അല്ലാതെ നമ്മുടെ ഇഷ്ടമുള്ളതുപോലെ നീട്ടിയും കുറുക്കിയും വരയ്ക്കുന്നതല്ല. ഇത് എണ്ണി നോക്കിയപ്പോൾ 1 2 3 4 5 ഉള്ള ഒരെണ്ണേ ഉള്ളൂ. 1 2 3 4 5 ഉള്ള ഒരെണ്ണേ ഉള്ളൂ ബി. ബാക്കി 1 2 3 4 തെറ്റ്, 1 2 3 4 തെറ്റ്, 4 ഉള്ളൂ. 1 2 3 4 തെറ്റ്, 4 ഉള്ളൂ. 5 ഉള്ള ഒരെണ്ണേ ഉള്ളൂ. അതാണ് എന്റെ ആൻസർ. വളരെ ഫാസ്റ്റ് ആയി നമുക്ക് ഉത്തരം കിട്ടും. ഇങ്ങനെ സിമ്പിൾ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണ്. അടുത്ത ചോദ്യം ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എല്ലാവരും ഉത്തരം വളരെ ഫാസ്റ്റ് ആയി പറഞ്ഞേ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായേക്കുവാണ്. ഇനി നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയി ഉത്തരം പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ ആണ്. ഹാലിന് മനസ്സിലായി? ഓക്കെ. ഇവിടെ നമുക്ക് 3 സർക്കിളാണ്.
എല്ലാ ഫിഗറിലും 3 സർക്കിൾ ഉണ്ട്. പക്ഷെ ഏറ്റവും ആദ്യത്തത് മുട്ടൻ ഒരു സർക്കിളാണ്, അവിടെ പപ്പടത്തിന്റെ അത്രയുണ്ട്. രണ്ടാമത്തത് ഒരു ചെറുതാണ്, വളരെ കുഞ്ഞാവയാണ് ലാസ്റ്റത്തെ സർക്കിൾ. ഇപ്പൊ ഈ 2 സർക്കിൾ ഒരേ ഷേപ്പ് അല്ലേ? അങ്ങനെയാണോ ക്വസ്റ്റ്യൻ? ഒരെണ്ണം മുട്ടൻ, ഒരെണ്ണം ചെറുത്, ഒരെണ്ണം വെറും കുഞ്ഞാവ. അപ്പോ ഈ ഫിഗറും ഒരുപോലെ ഇരിക്കുമല്ലേ 2 സർക്കിൾ? ഇത് 2 തെറ്റാണ്. ഇത് നോക്കിയേ, ഒരെണ്ണം ഒരു മീഡിയം സൈസ് ആണ്, അത് കഴിഞ്ഞ് അങ്ങനെയാണോ നമ്മുടെ ക്വസ്റ്റ്യൻ? അല്ല. ആദ്യത്തത് വളരെ ബിഗ്, പിന്നെ ഒരു കുഞ്ഞൻ വെറും പൊടിയൻ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി എന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, മനസ്സിലാകുന്നുണ്ട്? ഓക്കെ, ടയർഡായോ? ക്ലിയർ ആണ്? എല്ലാവർക്കും എല്ലാവരും സി പറഞ്ഞു. കൺഗ്രാറ്റ്സ്. എല്ലാവരും സി, വളരെ ഫാസ്റ്റ്, ആരും തെറ്റിച്ചില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പിടികിട്ടി. എണ്ണി നോക്കണം. സെയിം സൈസ് ആണോ, സെയിം രൂപമാണോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ആ ഒരു വലിപ്പം, ഇതൊക്കെ കമ്പയർ ചെയ്ത് സെയിം ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. ആരും ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്, ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺഗ്രാറ്റ്സ് റീന. ഹായ് അലൻ. അലന്റെ ഉത്തരം കിട്ടി. ഇപ്പൊ ക്ലാസ് നമ്മുടെ തീരാറായപ്പോ എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യന് എല്ലാരും എടുത്തിട്ട് ഇത് കറക്റ്റ് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് എല്ലാരും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇന്നത്തെ ഞാൻ PPT ക്വസ്റ്റ്യൻ ഫിഗർ ഒരെണ്ണം, ആൻസർ ഫിഗർ വേറൊരെണ്ണം, അങ്ങനെയായിരിക്കും ഇടുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഫിഗർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എല്ലാവർക്കും ഉത്തരം കിട്ടുന്നോ നോക്കണം. എന്തെങ്കിലും ആൻസർ തെറ്റുണ്ടോ എന്ന് ആൻസർ ഫിഗർ വെച്ചിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാരും ഇത് നോക്കണം. ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു സെക്ഷൻ ആണ്, അതുകൊണ്ട് എല്ലാരും കമ്പയർ ചെയ്യണം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ ഈ ഒരു ഫിഗറിൽ ഉണ്ടോ? ഇല്ല. ഈ ഫിഗർ ഓപ്ഷൻ സി ട്രയാങ്കിൾ ഉണ്ടോ? ഇല്ല. ഈ ഓപ്ഷൻ ബിയിലുള്ളതും ഒരു പട്ടത്തിന്റെ ഷേപ്പ് അല്ലേ? ഇല്ല. അപ്പൊ ഓപ്ഷൻ ഡിയിൽ മാത്രമാണ് ട്രയാങ്കിൾ ഉള്ളത്. പിന്നെ ഈ 2 ഷേപ്പും ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഉള്ള ഷേപ്പ് എല്ലാം നമ്മൾ എണ്ണി നോക്കി, ഉണ്ടോ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ട്രയാങ്കിൾ ഒറ്റ ഒരിടത്തേ ഉള്ളൂ, ഓപ്ഷൻ ഡിയിൽ മാത്രമേ ഉള്ളൂ. ട്രയാങ്കിളിനെ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണ്? എല്ലാവർക്കും ആൻസേഴ്സ് മനസ്സിലായി? ഓക്കെ ആണ്? അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ഒന്ന് സ്മൈലീസ് ഇട്ടേ. ക്ലാസ് ഇന്നത്തെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പിടികിട്ടി? ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? താങ്ക് യു.